അങ്ങനെ പുതുതായി വന്ന വീട്ടുകാർ ഈ പറഞ്ഞിരിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെ ഒരു സർപ്പക്കാവ് പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മണ്ഡപം കെട്ടുകയും അവിടെ പാമ്പിന്റെ ഒരു ശില കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും അവിടെ പൂജയും ആരാധനയും നടക്കുന്നുണ്ട്. ആ വീട്ടിൽ ഇന്ന് ആ വീട്ടുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ആ വീട്ടുകാർ ആ വീട്ടിൽ നിൽക്കാറില്ല. അവർ ഇപ്പോഴും മാറിപ്പോവാറാ. പക്ഷെ അവരുടെ കയ്യിലാണ് ഇന്ന് ആ വീടും സ്ഥലവും നിൽക്കുന്നത്. ഇവിടെ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു റീസൺ ഉണ്ട്. പല രീതിയിലുള്ള കാരണങ്ങൾ ഇതിന് പുറകിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല ഇതിനുള്ള കാരണങ്ങളൊന്നും. ഇതിന് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ വിശദീകരണം കൊടുത്തിരിക്കുന്നത് പാരാസൈക്കോളജി. എന്താണ് പാരാസൈക്കോളജി? എല്ലാവർക്കും അറിയാം, പ്രേതവും ഭൂതവും മനുഷ്യന്റെ അതീന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമുള്ള ഒരു പഠനമാണ് പാരാസൈക്കോളജി. ഈ പാരാസൈക്കോളജിക്കാണ് ഇതിന് വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. പാരസൈക്കോളജിയായി ബന്ധപ്പെട്ട് സ്റ്റോൺ ടാപ്പ് തിയറിയും റെസിഡുവൽ എനർജി പോലുള്ള പല വേർഡുകൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുമ്പിലേക്ക് പുതുതായി കൊണ്ടുവരുന്ന വേർഡുകളാണെന്ന് വിചാരിക്കരുത്. ഇത്തരം വേർഡുകൾക്ക് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. ഈ കഥ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പാമ്പിന്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാകാം ഈ പാമ്പിന്റെ ഉപദ്രവം അവിടെ ഉണ്ടായി എന്നുള്ളതിന് ഉത്തരം അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്താണ് റെസിഡുവൽ എനർജി, എന്താണ് സ്റ്റോൺ ടാപ്പ് തിയറി, ഇതുമായി ബന്ധപ്പെട്ട് പാരാസൈക്കോളജി നൽകി വരുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ ഞാൻ നിർത്തുന്നു. പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.